ഹായ്, ഞങ്ങളിന്ന് പുറത്ത് പോകാനായിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഹിബായി. വാപ്പ ഹോസ്പിറ്റലിലാണ്, അപ്പം ഇന്ന് ഡിസ്ചാർജാണ്. അങ്ങനെ വിളിക്കാൻ പോകാനായിട്ട് നിൽക്കുവാണ്. ഹിബ റെഡി ആയിട്ടില്ല, ഞാൻ റെഡിയായി. ഹിബ ഇതുവരെ റെഡി ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഹോസ്പിറ്റലിൽ വന്ന്. ഓട്ടോയിലാണ് വന്നത്. വൈകുന്നേരമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്. ലിഫ്റ്റിൻ്റെ അടുത്തൊക്കെ കയറാൻ തന്നെ എന്തോരു തിരക്കാരെന്നറിയോ. കുറേ നേരം നിന്നിട്ടാണ് ലിഫ്റ്റിൽ കയറാൻ പറ്റിയത്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ താഴെ വന്ന് ഫാർമസിയിൽ കുറേ നേരം മരുന്നെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് പിന്നെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആയത്. ഹിബായും ഉമ്മായി എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് അഞ്ചാലുമൂട് ഇറങ്ങിയിട്ട് കുറച്ച് മെഡിസിനും കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഹിബായും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണല്ലോ വലിയ പണി. ഹിബ എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. വേറൊന്നിനുമല്ല, ഹിബ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ. അപ്പോൾ അതെല്ലാം എടുത്തു കൊടുക്കാനായി ബഹളം വെക്കുന്നത്. അല്ലാതെ ആളെന്നെ സഹായിക്കത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ ഞാൻ അതെല്ലാം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആൾ സ്ഥലം വിട്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്ന പാലും മോരും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഞാനൊന്ന് കഴുകിയിട്ടേ ഫ്രിഡ്ജിലോട്ട് വെക്കാറുള്ളൂ. മുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്കൊന്ന് കഴുകിയിട്ട് വേണമായിരുന്നു ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു വെച്ച്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അതും ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ കവറ് ഞാൻ അപ്പം തന്നെ അങ്ങ് കഴുകി മാറ്റി വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലെടുക്കും. ആ ഒരു ബ്ലഡോട് കൂടി വെച്ചിരുന്നാൽ. ബോൺലെസ് ചിക്കൻ വാങ്ങിക്കാനാണ് പോയത്, പക്ഷേ അതവിടെ ഇല്ലായിരുന്നു. ഇത് തന്നെ മേടിക്കേണ്ടി വന്നു. ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ആ എല്ലെല്ലാം മാറ്റിയെടുത്ത്. എന്നാലേ ഹിബ കഴിക്കത്തുള്ളൂ. ഹിബാക്ക് അതേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയും. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം മാറ്റിയെടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഞാൻ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യുന്നത്. എടുക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.